വാടകയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അടിമുടി മാറിയിരിക്കുകയാണ്. ഇനി മുതൽ വാടക കരാറുകളെല്ലാം റിട്ടേൺ ഡോക്യുമെന്റുകളായിരിക്കണം. മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്ത് 60 ദിവസത്തിനകം രജിസ്റ്റർ കൂടി ചെയ്തിരിക്കണം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത്. അതായത് കെട്ടിടം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് എന്നുണ്ടെങ്കിൽ പരമാവധി 2 മാസത്തെ വാടക മാത്രമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി താമസക്കാരിൽ നിന്നും വാങ്ങിക്കാൻ കഴിയുക. ഇനി ഒരു ബിസിനസ് പർപ്പസിനാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് എങ്കിൽ പരമാവധി 6 മാസത്തെ വാടക മാത്രമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി വാങ്ങിക്കാൻ കഴിയുക. 5000 രൂപയിൽ കൂടുതലാണ് വാടക വാങ്ങിക്കുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിംഗ് ചാനൽ വഴി വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ അധികാരം. നിങ്ങൾ ഒരു ബിസിനസ് പർപ്പസിനാണ് കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്നതെങ്കിൽ 50000 രൂപയിൽ കൂടുതലാണ് വാടക എങ്കിൽ അതിൽ TDS അപ്ലിക്കബിൾ ആവുന്നതാണ്. TDS പിടിച്ചതിന് ശേഷം മാത്രമേ വാടക ലാൻഡ് ലോഡിന് കൈമാറാവൂ. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വാടകയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത റെന്റ് അഗ്രിമെന്റ് റിന്യൂവൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക.